Praise the Lord. A very good morning to you all. Hallelujah. Happy, blessed, wonderful, supernatural Tuesday. In our Zoom meeting, God is going to bless us. Hallelujah. God is going to talk to us today. God is going to do many miracles in our lives today. Hallelujah. For I'm blessing each and every one. I'm requesting എല്ലാവരെയും ഞാൻ ഈ സൂം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാത്രി 8 മണി തൊട്ട് 9:30 വരെയാണ് നടക്കണേ. അമേരിക്കയിൽ നിന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവ് ശുശ്രൂഷിക്കുന്നത്. തുടർന്ന് എന്നെ ഏൽപ്പിച്ച എൻ്റെ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂതും ഞാനൊന്ന് 8:30 വരെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ സൂം മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഞാനിപ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റിൽ സ്റ്റാറ്റസിലൊക്കെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്കും പോസ്റ്റും ഒക്കെ അയച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരെയും കൂട്ടി വരുത്തുക. വർഷം തീരാറായി. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് വൻ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുമ്പിൽ പതറാതെ ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുമ്പിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളാ എന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളാ എന്നെ മൂടി മറച്ചില്ലേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായ കർത്താവേ, thank you Jesus for this wonderful morning, Daddy. We praise you, Daddy. Hallelujah. Daddy, oh, you are our everlasting rock. You are our spiritual rock. You are our loving Father. We praise you. We exalt you. We adore you, Daddy. Papa, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, അങ്ങ് ഞങ്ങളുടെ സഹായകൻ, അങ്ങ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവം, അങ്ങ് ഞങ്ങളുടെ സ്നേഹിതൻ, അങ്ങ് ഞങ്ങളുടെ രക്ഷ, അങ്ങ് ഞങ്ങളുടെ പരിചയമാണ്, കോട്ടയാണ്, സംഗീതമാണ്, ബലമാണ്, പ്രത്യാശയാണ്. ഓ റബറല ശതറബ റിഖബബ. You are the bread from heaven, bread of life, river of life, the fountain of the living water. We praise you, Daddy. കഴിഞ്ഞ രാത്രി നല്ലോടെ ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ജീവൻ തന്ന്, ശ്വാസം തന്ന്, ആരോഗ്യം തന്ന്, ബലം തന്ന്, ശക്തി തന്ന്, ഓർമ്മശക്തി തന്ന്, ബുദ്ധിശക്തി തന്ന്, ജ്ഞാനം തന്ന് കർത്താവെ എഴുന്നേറ്റ് രാവിലെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാനൊക്കെ കർത്താവ് കൃപ തന്നല്ലോ. എൻ്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്ന എത്ര നന്മകൾ ഓരോ നിമിഷവും സ്വർഗത്തിലെ കർത്താവ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാ. അങ്ങ് തന്ന എല്ലാ ഡെലിവറൻസ്, എല്ലാ ഹീലിങ്സ്, അങ്ങ് തന്ന ഗ്രേസും ഫേവറും കൊണ്ടാണ് പപ്പ ഇന്ന് പ്രഭാതത്തിൽ അപ്പൻ്റെ പുനഃ നോക്കി ഞങ്ങൾക്ക് സ്തുതിപ്പാൻ, ആരാധിപ്പാനൊക്കെ കൃപ ലഭിച്ചതപ്പാ. അങ്ങ് ഈ 19th of December ടിൽ ദിസ് മന്ത്, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ നടത്തി. അങ്ങ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. So God has given us a promise. ഒരു ചെറിയ തോട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഫ്രം Deuteronomy 14:29. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്. The Lord your God
മേ ബ്ലെസ് യു ഇൻ ഓൾ ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിൻ്റെ കരങ്ങൾ കൊണ്ട് നീ ചെയ്യുന്ന സകലത്തിനെയും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ധാരാള ശന്തര റേഖ ബാബ. ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു അതിനെല്ലാം കർത്താവ് ബ്ലെസ് ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ഹൂറാബ ശത്തറ ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി ഏദൻ തോട്ടത്തിലെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി അല്ലേ. Hallelujah. The Lord took the man and put him into the garden of Eden to dress it and to keep it. പക്ഷേ മനുഷ്യൻ എന്നാ ചെയ്തു? He sinned against God. Hallelujah. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്തു. ഹല്ലേലൂയ. അതിൻ്റെ ഫലമായിട്ട് ഹല്ലേലൂയ തോട്ടത്തിൽ നിന്ന് എന്താ പറയുക പുറത്താക്കപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിഖ ബാബ സത്തറ. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ. To Adam, God said, because you listened to your wife and ate from the tree about which I commanded you, you must not eat of it. Cursed is the ground because of you. Through painful toil you will eat of it all the days of your life. It will produce thorns and thistles for you, and you will eat the plants of the field. By the sweat of your brow you will eat your food until you return to the ground, since from it you were taken. For dust you are, and to dust you will return. നമുക്കതിൻ്റെ മലയാളം വാക്യം വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങൾ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം ഒക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പരക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാക്കും. So God, hallelujah, told Adam, because you have sinned, hallelujah, എന്താ പറയുക, you have to work to earn for your എന്താ പറയുക life, hallelujah. അതുകൊണ്ട് ക്രിസ്തുവിലായ one who is in Christ, hallelujah, whatever he or she does will be blessed. ക്രിസ്തുവിലായ ഒരു ദൈവ പൈതൽ എന്തെല്ലാം തൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്താലും കർത്താവ് അതിനെ അനുഗ്രഹിക്കും. ഇന്നത്തെ വാഗ്ദത്തം അതാണ്. ഡ്യൂട്രോണമി 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, The Lord will open the heavens, the storehouse of his bounty, to send rain on your land in season, and to bless all the work of your hands. And you will lend to many nations, but will borrow from none. ക്രിസ്തുവിലായ ദൈവമക്കളോടുള്ള വാഗ്ദത്തമാണ് ദൈവമക്കളെ. അത് ഡ്യൂട്രോണമി 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. തക്ക സമയത്ത് നിൻ്റെ ദേശത്തിന് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. Hallelujah. Such a great blessing that God has given us. Hallelujah. Tharalaba Shantaraba. Oh Rikha Babara Santaraba Rikha Baba. Tharalaba Rala Shikha Baba. Oh Rikha Baba. So today, hallelujah, you might be saying, നമ്മൾ പറയുമായിരിക്കും, ഞാൻ ഒരുപാട് എൻ്റെ വർക്ക് പ്ലേസിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും മിച്ചമില്ല, എനിക്കൊന്നും എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പോലും തികയുന്നില്ല. You might be saying that whatever you are earning, that earnings are not, hallelujah, satisfying my needs, hallelujah, I don't have any savings എന്ന് പറയുന്നവരോട് കർത്താവ് പറയുക, hallelujah, I'm going to bless the work of your hands. But maybe you are struggling with your studies, maybe you are struggling with your business, അല്ലെങ്കിൽ ജോബിലായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ ലോൺ ഒക്കെ എടുത്തിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ട്. God is telling today that God will bless the work of your hands and give you the best in your life. Hallelujah. കർത്താവ് നമ്മളോട് പ്രോമിസ് ചെയ്യാതെ മക്കളെ, He will do a miracle for you and make you prosper in everything you do. നമ്മൾ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, ഇൻ ക്രൈസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ ബ്ലെസ്സിങ്സും ഓൾറെഡി കർത്താവ് നമ്മുടെ കരങ്ങളിൽ
തന്നിട്ടുണ്ട്. യു ഹാവ് ടു താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ us. Hallelujah. Tharalaba, Shikaraba, oh Rikababa, Sataraba. Hallelujah. So what God wants us to do is you have to work. Hallelujah. You have to work. You have to earn for our living. God expects us to work. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും the people who are hearing this message, God has given us many talents and abilities. Hallelujah. That you could work. Hallelujah. Oh Ribaraba Santarabara Shantaraba. Even Adam worked in the Garden of Eden. Hallelujah. Adam had to tend and keep the garden to work it and take care of it. അതുപോലെ നമ്മളാകുന്ന തോട്ടത്തെ, നമ്മളാകുന്ന ഫാമിലിയെ കാത്തു പരിപാലിക്കാൻ we have to work. In the garden his work was fruitful and productive. Hallelujah. Likewise we will also be ഫ്രൂട്ട്ഫുൾ. മിനിസ്ട്രി ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളിനി ചെയ്യുന്നതെല്ലാം God will bless you more and more. You are going to lend to many one. Hallelujah. നിങ്ങൾ അനേകർക്ക് കൊടുക്കുന്നവരായി തീരും. Hallelujah. Because the blood of Jesus has redeemed us. Hallelujah. If we'll do things God's way, നമ്മൾ ദൈവ വഴിയിലാണ് നമ്മുടെ സമ്പത്ത്, നമുക്കുള്ള റിസോഴ്സസ് ചിലവാക്കുന്നതെങ്കിൽ, ഹാലേലൂയ, ദൈവമക്കളെ, children of God, God will bless the work of our hands and makes us exceedingly fruitful and prosperous. Hallelujah. Whether you are working in മിനിസ്ട്രിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണോ, അഗ്രികൾച്ചർ ചെയ്യുവാനോ, ഏതെങ്കിലും ഒരു എന്താ പറയുക മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാണോ, God wants us to work and work wisely and well. ഇന്ന് കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് ഹാലേലൂയ ധാരാബ ശത്തര നമുക്ക് അധികമായി വേണ്ട സമയമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുവാൻ. റിവൈവൽ ഇസ് ഗോയിങ് ഓൺ. ഹാലലൂയ. നമ്മളിതൊന്നും അറിയുന്നില്ല. ഹാലലൂയ. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. ഹാലലൂയ. കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തും പുറത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഹാലലൂയ. സോ നമ്മൾ ഹാലലൂയ കർത്താവിന് വേണ്ടി നമ്മുടെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതിനെല്ലാം കർത്താവ് ബ്ലസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഹാലലൂയ നമ്മളത് ദൈവകാര്യങ്ങൾക്ക് വേണ്ടി, ദൈവ വഴികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹാലലൂയ. Uraba Shantara Rika Baba. Ministry is work, and Lord, you need lot of money for the ministry. Hallelujah. Tharaba Shantara. ഒരു വരുമാനവും കരത്തിൽ ഇല്ലാത്തവർക്ക് ഹാലലൂയ മിനിസ്ട്രികളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഹാലലൂയ. അനേകർ കർത്താവിൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുവാണ് ദൈവമക്കളെ. ഹാലലൂയ. ധാരാബ ശത്തര. God is going to God we serve is a faithful God. He can multiply our earnings. He can multiply our blessings. Hallelujah. God can restore. Maybe you might be saying, whatever I have earned, sister, I have lost everything. Hallelujah. God is telling you today that God is going to restore everything. Hallelujah. But you have to use the money wisely. God will bless the work of your hands. Hallelujah. Tharaba, Shikaraba, Ritharalaba. Whatever you do, work with all your heart as working for the Lord. അങ്ങനെയാണ് കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനാൽ നമ്മൾ ചെയ്യണം എന്നാണ് കർത്താവ് പറയുന്നത്. Then you will receive an inheritance from the Lord as a reward. Hallelujah. So whatever you do it to the best of your ability. ഹാലലൂയ. കർത്താവ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ദൈവമക്കളെ. God does not expect you to do what he cannot do, but he does expect you to do what you can do. അതാണ് സത്യം. ഹാലലൂയ. ധാരാള ശിഖാരാബ. നമ്മളൊക്കെ ഹാലലൂയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട്, ഇത് കേൾക്കണേ. ഹാലലൂയ. ഭവനത്തിൽ ഒരു എന്താ പറയുക കുടുംബിനികളായിട്ടുള്ള ഫാമിലി വിമൻ ഉണ്ട്. ഹാലലൂയ.
ഓൾ ക്യാൻ ഡു എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാം, കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേര് മെസ്സേജ് കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ അറ്റ് ദ എൻഡ് ഓഫ് അവർ ലൈഫ് നമുക്കുള്ള സമ്പത്തെന്ന് പറയണേ നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഫാമിലിയെ നോക്കണം, മക്കളെ നോക്കണം, അതെല്ലാം നമുക്കുള്ള ജോലികൾ തന്നെയാണ്. ഇറ്റ്സ് ഓൾ വെരി ഡിഫിക്കൽട്ട്. ഞാനും ഒരു ഫാമിലി വുമനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു ഭവനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര പാടാണ്, എത്ര ക്ഷമ വേണം, എത്ര ഹാർഡ് വർക്ക് വേണം. ഹല്ലേലൂയ. ബട്ട് അലോങ് വിത്ത് ദാറ്റ് എന്തെങ്കിലും ഒരു കാര്യം കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നവരായിത്തീരണം. 2023 തീരാൻ പോവുക അതേ മക്കളെ. ഹല്ലേലൂയ. 2023 is going to end. Let us start doing work for God's ministry. Hallelujah. ധാരാള ശിഖർ 2024 അങ്ങനാണെങ്കിൽ നമ്മളൊരു വലിയ കൊയ്യുന്നവരായി നമ്മൾ തീരാൻ പോവുക. ഹല്ലേലൂയ. ആരൊക്കെ ഈ പ്രോമിസ് ഇന്ന് ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരാൻ പ്രാർത്ഥിക്കുന്ന അവരുടെ മേൽ ഈ ബ്ലെസ്സിങ്സ് വീഴട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. മെസ്സേജ് കിട്ടെ എല്ലാവരെയും അപ്പ അനുഗ്രഹിച്ച് അന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണം. കർത്താവിൻ്റെ സ്വർഗീയ കരം ഇന്ന് ചലിക്കണം കർത്താവേ. എല്ലാവരെയും സൂമിറ്റിക്ക് പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തണം. എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെ മെസ്സേജ് വെക്കുന്ന എല്ലാവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രേയിങ് ഫോർ ഓൾ ദി ക്യാൻസർ കിഡ്നി പേഷ്യൻസ്. ഇന്നലെ സർജറി കഴിഞ്ഞ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് കൊടുത്ത് വിടുതലിന് സൗഖ്യത്തിനായി സ്തോത്രം. സൂമിറ്റിക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കട്ടെ. അടിയനെ കുടുംബ യേശു രക്തം മറയ്ക്കുന്നു. അടിയനെ കുഞ്ഞിനെ കർത്താവിൻ്റെ തീ മതിലിന് ഞങ്ങൾക്ക് ചുറ്റും കർത്താവ് തീ മതിലായിരിക്കണം. ഇന്ന് ശുശ്രൂഷിക്കുന്ന ദേവദാസനെ ശക്തമായി പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെ ഓർത്ത് എല്ലാ അനാഥരെ വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഞങ്ങളുടെ ഫെലോ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിച്ച് പഠിപ്പിക്കാൻ സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം തന്നെ. ആമേൻ ആമേൻ. സോ kindly join our Zoom meeting. Our Zoom meeting is from 8 to 9:30. I've already posted the link and the poster. If you have not received, ഇതുവരെ ആരെങ്കിലും ആ പോസ്റ്റോ ലിങ്കോ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് മീറ്റിങ്ങിന് കയറണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ എൻ്റെ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ ദെൻ ഞാനിപ്പോൾ പറയാം, 8138814577. May God bless you all. Bye bye. Have a wonderful supernatural Tuesday.